സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ ഉയർത്തുന്ന കരങ്ങളെ ദുആഇനെ പ്രതീക്ഷിച്ചുകൊണ്ട് പരിശുദ്ധമായ സദസ്സിൽ സന്നിഹിതരായ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, സ്നേഹനിധികളായ പിഞ്ചുമക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരും ഒരുമിച്ച് കൂടിയ പരിശുദ്ധമായ ഈ സദസ്സിനെ, ഈ സമയത്തെ ഉഖ്റവിയായ ജീവിതത്തിലേക്ക് ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി സദസ്സായി നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കായി, പരിശുദ്ധരായ ബദരീങ്ങൾക്കായി, ഹബീബായ റസൂലിന്റെ മദഹിനായി നമ്മൾ ഈ മാറ്റിവെക്കുന്ന സമയം നാളെ നമ്മുടെ ഖബർ ജീവിതത്തിലേക്ക് പ്രകാശമായി, വിളക്കായി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി തന്ന് അനുഗ്രഹിക്കട്ടെ. കാരണം മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ അഖീദയെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന വസ്തുത നിതാന്തമായി നമ്മളെ സദാ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന ഒരു ഉപദേശമുണ്ട്. യാ മുആദ്, മുആദ് തങ്ങളെ, ഇദാ അസ്ബഹത ഫലാ തുഹദ്ദിസ് നഫ്സക ബിൽ മസാ. മുആദ് തങ്ങളെ, നേരം വെളുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് ശരീരത്തിലെ ആഫിയത്തിന് പ്രശ്നങ്ങൾ ഏതുമില്ലാതെ നിങ്ങൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നുവെങ്കിൽ ഫലാ തുഹദ്ദിസ് നഫ്സക ബിൽ മസാ, വൈകുന്നേരം വരെ ആ ആരോഗ്യം നിന്നിൽ ഉണ്ടാവുമെന്ന്, വൈകുന്നേരം വരെ ആ ശ്വാസം നിന്റെ അകത്തുണ്ടാവുമെന്ന് ഒരിക്കലും നിന്റെ ശരീരത്തിന് നീ ഉറപ്പ് കൊടുക്കേണ്ട കേട്ടോ. ഫഇദാ അംസൈത, വൈകുന്നേരം നിനക്കെത്തിക്കാൻ കഴിഞ്ഞാൽ ഫലാ തുഹദ്ദിസ് നഫ്സക ബിസ്സബാഹ്, നാളെ നേരം പുലരുവോളം മുആദ് തങ്ങളെ, നിങ്ങളുടെ അകത്ത് ജീവന്റെ തുടിപ്പുണ്ടാകുമെന്ന് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കേട്ടോ എന്ന് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന ഉപദേശം നമുക്ക് കാണാൻ കഴിയും. നമ്മുടെയൊക്കെ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സദാസമയം നാം എന്തെന്ത് പ്രവർത്തനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന ചിന്ത നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ സ്ഫുരിക്കുകയും അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ കാണാം, ഹാസിബൂ ഖബ്ല അൻ തുഹാസബൂ, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് തീർച്ചയായും നിങ്ങൾ സ്വയം വിചാരണ നടത്തണേ എന്ന് പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനവരുടെ ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ, രാത്രി തന്റെ വിരിപ്പിടത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മഹാനായ ഉമർ തങ്ങൾ കാന യദ്രിബു, അദ്ദേഹം അടിക്കാറുണ്ടായിരുന്നു, അലാ ഖദമൈഹി ബിൽദുർറ, തന്റെ കാൽപാദങ്ങളിൽ അദ്ദേഹം ഒരു ചാട്ടവാറെടുത്ത് അങ്ങനെ അടിക്കാറുണ്ടായിരുന്നു എന്നാണ്. എന്നിട്ട് സ്വന്തം ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ട് മഹാനായ ഉമർ തങ്ങൾ, മാദാ അലിംത യൗം, ഇന്നത്തെ ദിവസം ഉമറേ നീ എന്താണ് ചെയ്തതെന്ന്, രാവിലെ എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം താൻ കിടക്കാൻ തന്റെ വിരിപ്പിടത്തിലേക്ക് ചെല്ലുന്ന അവസാന നിമിഷം വരെ ഓരോന്ന് ഓർത്തെടുക്കുകയാണ്. ഓർമ്മ കിട്ടാത്തുമ്പോ കാലുകളിലേക്ക് അടിക്കുകയാണ്. എന്നിട്ട് മാദാ അലിംത യൗം, ഇന്നത്തെ ദിവസം എന്താണ് ഉമറേ നീ ചെയ്തതെന്ന് മഹാനായ ഉമർ തങ്ങൾ സ്വന്തം ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ട്, ഓർമ്മ വരുത്തിക്കൊണ്ട് തന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ അതാത് ദിവസങ്ങളിലെ ഓരോ നൈമിഷികമായ ഓരോ നിമിഷങ്ങളെയും മഹാനായ ഉമർ തങ്ങൾ വിചാരണക്ക് തയ്യാറാവാറുണ്ടായിരുന്നു എന്നാണ്. നമ്മൾ സ്വയം വിചാരണ നടത്തണം. ഓരോ ദിവസവും ഇരിപ്പിടത്തിലേക്ക് ചെല്ലുമ്പോ ഇന്ന് നേരം കൊടുത്തിട്ട് 5 വക്ത് നമസ്കാരം നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നലത്തേതിലുപരി എന്തെങ്കിലും സൽക്കർമ്മം ഇന്ന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെ തെറ്റുകുറ്റങ്ങളാണെങ്കിൽ ഇന്ന് വന്നു പോയിട്ടുള്ളത്? ആരെങ്കിലും ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ? ആരെങ്കിലും മാനസികമായി വിഷമിപ്പിച്ചിട്ടുണ്ടോ? ഇത് നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മളോട് സ്വയം ചോദിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ഹൃദയത്തിന് സമാധാനം കിട്ടുക. ഇന്ന് കൂടുതൽ നന്മ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾക്ക് സമാധാനം തോന്നണം. മറിച്ച് ഇന്നലത്തേതിനെ അപേക്ഷിച്ച് ഒരു നന്മയും നമ്മളിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ, അധികമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, പരിശുദ്ധമായ നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഹൃദയത്തിൽ ഖേദം തോന്നണം. ഇത് അലാമത്തുൽ മുഅ്മിനാണ്, മുഅ്മിനിന്റെ അടയാളമാണിത്. ഒരു ദിവസം നമ്മൾ നന്മ അധികം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ സന്തോഷം തോന്നുക എന്നുള്ളതും, തിന്മയാണ് ചെയ്തിട്ടുള്ളെങ്കിൽ ഹൃദയത്തിൽ ഒരു സങ്കടം തോന്നുക എന്നുള്ളതും അത് മുഅ്മിനിന്റെ അടയാളമാണ്. നമ്മൾ ചെയ്തു പോയ തെറ്റുകളിൽ നമുക്ക് ഖേദം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഈമാനില്ല എന്നാണ്. അതാത് ദിവസങ്ങളിൽ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകളെ വളരെ ലഘുവായിട്ട് നമ്മൾ വിട്ടുകളയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഈമാനില്ല എന്നുള്ളതാണ്. മഹാനായ അസ്വാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രമുണ്ട്. മഹാനായ അസ്വാൻ തങ്ങൾ ഒരു യുദ്ധത്തിന് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. അസ്വാൻ തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ പരിസരത്ത് കൂടെ ഒരു സുന്ദരിയായ പെണ്ണിങ്ങനെ നടന്നു പോവുകയാണ്. മഹാനായ അസ്വാൻ തങ്ങള് അല്പനേരം ആ സഹോദരി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ആ പെണ്ണിന്റെ ശരീരത്തിൽ നിന്നൽപ്പം വെളിവാവുകയും ആ നോട്ടത്തിൽ തന്റെ കണ്ണിനൽപ്പം ആസ്വാദനം തോന്നിയെന്ന് സ്വയം തോന്നുകയും ചെയ്യുന്ന സമയത്ത് മഹാനായ അസ്വാൻ തങ്ങൾ ഖേദത്തോടെ, സങ്കടത്തോടെ 2 കൈകൾ കൊണ്ടും തന്റെ കണ്ണിലേക്ക് ആഞ്ഞാഞ്ഞടിക്കുന്നുണ്ട്. ആഞ്ഞാഞ്ഞ് കണ്ണുകളിലേക്ക് ആഞ്ഞടിക്കുകയാണ്.
അസുവാനെ, നിന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം നിന്റെ കണ്ണ് ചെയ്തുവോ? നിന്നെ നരകത്തിലേക്ക് കൊണ്ടിടാൻ മാത്രം പോകുന്ന ഒരു തിന്മയാണത്, അതിൽ നീ ആസ്വാദനം കണ്ടെത്തുന്നുവോ എന്ന് ചോദിച്ച് മഹാനായ അസുവാന് തങ്ങൾ രണ്ട് കൈകൾ കൊണ്ടും കണ്ണിലേക്ക് ആഞ്ഞാഞ്ഞടിച്ച് തന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും വരെ അത് തുടർന്നുകൊണ്ടിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. എത്രയെത്ര ഹറാമുകൾ ദിനം പ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും ഇത്തരം ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട്. മഹാനായ ഉസ്മാൻ തങ്ങൾ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്മാൻ തങ്ങൾ മസ്ജിദുൽ നബവിയിൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു സഹോദരൻ, ഒരു സ്വഹാബിയ പള്ളിയിലേക്ക് കടന്നു വരികയാണ്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മമ്പറിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അയദ്ഖുലു അലൈനാ അഹദുകും വഫീ ഐനൈഹി അഥറു സിന. കണ്ണുകളിൽ വ്യഭിചാരത്തിന്റെ ലക്ഷണവുമായി ആരാണ് നമ്മുടെ പള്ളിയിലേക്ക് കടന്നു വരുന്നത്? ഹബീബായ റസൂലിന്റെ പള്ളിയിലേക്ക് കണ്ണിൽ വ്യഭിചാരത്തിന്റെ കണികയുമായി ആരാണ് കടന്നു വരുന്നത്? വന്ന ആള് തലയിൽ കൈവച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് അവഹിയുൻ ബഅദ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി പോയില്ലേ, വഹയിപ്പോഴും നിലച്ചിട്ടില്ലേ എന്നൊരു ചോദ്യമാണ്. എന്താ സംഭവം ചോദിച്ചപ്പോ മഹാനായ അസ്വാൻ തങ്ങൾക്ക് നടന്നത് പോലത്തെ അനുഭവം. ഈ സഹോദരൻ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ ഒരു പെണ്ണ് നടന്നു പോകുന്നുണ്ട്. അവളുടെ വസ്ത്രം നടക്കുന്നതിനനുസരിച്ച് വസ്ത്രം പൊങ്ങുകയും അവളുടെ പാദസരം വെളിവായി അതിലേക്ക് നോക്കി നിന്നുപോയി എന്നതാണ് തെറ്റ്. അതിനെ അടക്കം ഗൗരവമായി കാണുകയും പശ്ചാത്തപിക്കുകയും ചെയ്ത സലഫുസ് സ്വാലിഹീങ്ങൾ, മുൻഗാമികളാണ് നമുക്കുള്ളത്. അവർ പ്രതീക്ഷിക്കുന്ന റബ്ബിന്റെ റഹ്മത്തും മഗ്ഫിറത്തുമാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പഴമക്കാരായ ആളുകൾ, അത് സ്വഹാബികളാണെന്നില്ല, ഔലിയാക്കൾ, നമുക്കിടയിൽ ജീവിച്ചിരുന്ന ആളുകളൊക്കെ ഇത് കാണാൻ കഴിവുള്ള ആളുകളായിരുന്നു. മഹാനായ ഉസ്മാൻ തങ്ങൾ കൊടുത്ത മറുപടി, വഹിയല്ല കേട്ടോ, ഇത് വഹിയല്ല, ലാകിൻ ഫിറാസത്തുൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ നോട്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹൃദയങ്ങളുടെ ഉള്ളിലുള്ളത് കാണിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് കഴിയും. ഈമാനുള്ള ആളുകളുടെ നോട്ടമാണെന്ന് മഹാനായ ഉസ്മാൻ തങ്ങൾ അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. ഫഇന്നഹു യൻദുറു ബിനൂരില്ലാ, മുഅ്മിനീങ്ങളായ ഔലിയാക്കളായ ആളുകൾ നോക്കുന്നത് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നൂർ കൊണ്ടാണെന്നാണ്. നമ്മളൊക്കെ പാടാറുണ്ട്, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽപകം എന്നോവർ. അങ്ങനെ ജീവിച്ചു പോയ കാണാൻ കഴിവുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ്. മഹാനായ മുഹ്യിദ്ദീൻ ഷേഖിന്റെ ഒരു ചരിത്രം നമ്മൾ പറയാറുണ്ടല്ലോ. മുഹ്യിദ്ദീൻ ഷേഖ് വീട്ടിലേക്ക് ചെലവിന് താഴ്വായിരിക്കുന്ന സമയത്ത് മുഹ്യിദ്ദീൻ ഷേഖ് ദുആ ചെയ്യാതെ ഇറങ്ങിപ്പോരെന്നാണ്. വീടുകളിലേക്ക് ചെലവിന് പോയിട്ട് ദുആ ചെയ്യാതെ ഇറങ്ങിപ്പോരാറുണ്ട്. മഹാനായ മുഹ്യിദ്ദീൻ ഷേഖിന്റെ ഉസ്താദിനോട് ആ വീട്ടുടമസ്ഥൻ പരാതി പറയുന്നുണ്ട്. വലിയ കുട്ടി വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ദുആ ചെയ്യാതെ ഇറങ്ങിപ്പോകും, ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ട് അങ്ങനെ പോവാറാണ്. ഉസ്താദ് ചോദിച്ചു, എന്താ അങ്ങനെ ചെയ്യുന്നതെന്ന്. മഹാനായ ശൈഖ് അവர்கள் ആകാശത്തിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഒന്ന് നോക്കൂ ഉസ്താദേ, ഞാൻ അൽഹംദുലില്ലാഹ് പറഞ്ഞതിന്റെ പ്രതിഫലം തന്നെ എപ്പോഴും എഴുതി കഴിഞ്ഞിട്ടില്ല എന്നാണ്. അത് ചൂണ്ടിക്കാണിക്കാനും അത് കാണാനും കഴിവുള്ള കണ്ണുകൾ അന്നത്തെ സാധാരണക്കാരായ ആളുകൾക്ക് പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ ശംസുൽ ഉലമ മഹാനവറുകളെ കുറിച്ച് പറയാറുണ്ടല്ലോ, അദ്ദേഹം ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരന്റെ ഷർട്ടിന്, കുപ്പായത്തിന്, തന്റെ കുപ്പായത്തിന് അല്പം വളവുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തന്റെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ട ചെറുപ്പക്കാരനുണ്ട്. അദ്ദേഹത്തിന്റെ ഭാവി എന്തായി തീർന്നു? ഇന്നും അദ്ദേഹം ഒരു ക്രിസ്ത്യൻ പുരോഹിതനായി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ജീവിച്ചിരിപ്പുണ്ട്. അത് കാണാനുള്ള കഴിവ് അവർക്ക് ഉണ്ടായിരുന്നു എന്നാണ്. മഹാനായ മമ്പുറം തങ്ങൾ അസർ നമസ്കരിക്കാൻ ഒരു പള്ളിയിൽ കയറിയ കഥ ഇതുപോലെ പറയാറുണ്ട്. ഇമാമിന് പുറകിൽ ജമാഅത്തായിട്ട് നമസ്കരിക്കുകയാണ്. മഹാനായ മമ്പുറം തങ്ങൾ കൈയഴിച്ച് അപ്പുറത്ത് പോയി വേറെ നമസ്കരിച്ചു. അതിന് വലിയ കുറവായി, നാട്ടുകാർക്ക് കുറവായി, തങ്ങൾ നിർത്തിയ ഉസ്താദാണ്. എന്താണെന്ന് ചോദ്യം ചോദിച്ചു മഹാനായ തങ്ങൾ അവരോട്. മഹാനായ മമ്പുറം തങ്ങൾ പറഞ്ഞ മറുപടി, പശുവിന്റെ അകിടിന്റെ പുറകിൽ പോകണവന്റെ പിന്നിൽ നിസ്കരിക്കാൻ ഞാനില്ല എന്നാണ്. എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമായിരിക്കും. എന്നെ എങ്ങനെയെന്ന് ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു, തങ്ങൾ പറഞ്ഞത് ശരിയാണ്. നാളെ മറ്റന്നാൾ 40 കഴിഞ്ഞ് എന്റെ ഭാര്യ എന്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അവൾ പ്രസവിച്ചു കിടക്കുകയാണ്. അവൾക്ക് പാലേൽപ്പിക്കണ്ടേന്ന് ഞാൻ ചിന്തിച്ചതാണ് നമസ്കാരത്തിൽ. അത് കാണാൻ കഴിയുന്ന കണ്ണുള്ളവർ നമുക്കിടയിൽ ജീവിച്ച മമ്പുറം തങ്ങളെ പോലെ, ഉമർത്താദിയെ പോലെ അത്തരക്കാരായ ആളുകൾ ഉണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മലക്കുകളെക്കാൾ ഉന്നത സ്ഥാനത്തെത്താൻ അവർക്ക് സാധ്യമാവുമെന്നാണ്, അതിനുള്ള കഴിവ് കൊടുക്കുമെന്നാണ്. ഏറ്റവും വലിയ തെളിവാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 ആകാശങ്ങളും കടന്ന് പരിശുദ്ധനായ റബ്ബിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേർന്നത്. മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന എല്ലാ ഔലിയാക്കളുടെയും ഗുരുവാണെന്നാണ്. ഏറ്റവും വലിയ വലിയ അത് സിദ്ദീഖ് എന്നവരെന്നാണ് നമ്മുടെ വിശ്വാസം. മഹാനായ മുഹ്യിദ്ദീൻ ഷേഖിനേക്കാൾ, അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു അസീസിനേക്കാൾ, ഈ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന മുഴുവൻ ഔലിയാക്കളെക്കാൾ ഏറ്റവും വലിയ ഷെയ്ഖ് സിദ്ദീഖുൽ അക്ബർ തങ്ങളാണെന്നാണ്. അതവർ അധ്വാനിച്ച് നേടിയതാണ്. ഹബീബായ റസൂലിനോടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അവർ നേടിയെടുത്തതാണ്, അധ്വാനിച്ച് നേടിയതാണ്.
അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടത് മഹാനായ സിദ്ദീഖ് തങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മമ്പുറം തങ്ങളെ പോലെ, ശൈഖ് മുഹിയുദ്ദീൻ തങ്ങളെ പോലെ അവരൊക്കെ പോയ സ്വർഗത്തിലേക്കാണ് നാം ചെല്ലേണ്ടത്. അവർ കൊതിക്കുന്ന സ്വർഗമാണ് നമ്മളും അല്ലാഹുവിനോട് ആവശ്യപ്പെടുന്നത്. ചോദിക്കാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? നമ്മുടെ ദിവസങ്ങൾ റബ്ബിന്റെ ഓർമ്മയിലായിട്ട് തുറക്കണം. സുബഹി നമസ്കരിക്കുമ്പോൾ അതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം, റക്അത്തൽ ഫജ്രി, സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം, അത് ദുനിയാവിൽ നമുക്ക് നൽകുന്ന എല്ലാ വിഭവങ്ങളെക്കാളും ഖൈറായതാണെന്ന് ശഫീഉൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മിഅ്റാജ് കഴിഞ്ഞു വന്നിട്ട് സ്വഹാബത്തിനോട് അവിടുത്തെ സംഭവ വികാസങ്ങൾ അതിങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സ്വഹാബത്തെ, സ്വർഗ്ഗത്തിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ എനിക്ക് മുമ്പേ ഒരു നിഴൽ പോലെ ഒരാൾ വേഗത്തിൽ നടന്നു പോകുന്നത് കണ്ടു. ഞാൻ അദ്ദേഹത്തിന്റെ കാലച്ച കേൾക്കുന്നുണ്ട്, പക്ഷെ അത് ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ തുടർന്ന് നോക്കിയപ്പോ അത് ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സദസ്സ് പിരിഞ്ഞു പോവാൻ എന്തുകൊണ്ടാണ് ബിലാൽ തങ്ങൾക്ക് ഈ ഒരു നേട്ടം കൈവരിക്കാനായതെന്ന് മഹാരഥന്മാരായ സ്വഹാബത്ത് അന്വേഷിക്കുകയാണ്. യാ ബിലാൽ, അല്ല ബിലാൽ തങ്ങളെ, എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ ഇത്രമാത്രം ഉന്നതമായ ഒരു സ്ഥാനം അങ്ങേക്ക് കൈവരിക്കാൻ കഴിഞ്ഞതെന്ന് ചോദിച്ചപ്പോ മഹാനായ ബിലാൽ തങ്ങളും 3 നന്മകളെ എണ്ണി പറയുകയാണ്. സ്വഹാബത്തെ, നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി ഞാനൊന്നും ചെയ്യുന്നില്ല, പക്ഷേ സദാസമയം വുളൂഇലായിരിക്കുക എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. അതെന്റെ ഒരു വാശിയാണ്. വുളൂ മുറിക്കണം, അപ്പൊ ഞാൻ പോയി വുളൂ എടുക്കും. രണ്ടാമത്തത് സുന്നത്ത് റക്അത്തൈൻ, വുളൂ എടുത്തു കഴിഞ്ഞാലൊക്കെ ഞാൻ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കും. മൂന്നാമത്തത് ലാ അഅ്കുലു ഇല്ലാ ഹലാല, ഹലാലായതല്ലാത്ത മറ്റൊന്ന് ഞാൻ ഇന്ന് വരെ ഭക്ഷിച്ചിട്ടില്ല. ഈ ഒരു ഉറപ്പ് നെഞ്ചത്ത് കൈവച്ച് പറയാൻ നമുക്ക് കഴിയണം. ഹലാലായതല്ലാത്ത ഒന്നും ഞാൻ ഭക്ഷിക്കുന്നില്ല എന്നത്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ അടിമ ഒരു പാത്രം പാൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. മഹാനവറുകൾ ദാഹത്താൽ വിശപ്പിനാൽ പരവശനായിരിക്കുന്ന സമയമാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ബിസ്മി ചൊല്ലി ആ പാലങ്ങൾ കുടിച്ചു. സുബ്ഹാനല്ലാഹ്, കുടിച്ചു കഴിഞ്ഞിട്ടാണ് കൊണ്ടുവന്ന ദാസനോട് ചോദിക്കുന്നത്, ഇത് എവിടുന്നാണ്? ആ അടിമ പറഞ്ഞു, ഞാൻ ജാഹിലിയ്യ കാലത്ത് കൈനോക്കുന്ന ആളായിരുന്നു, ജ്യോത്സ്യപ്പണി എടുക്കുന്ന ആളായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്തു കൊടുത്തതിന്റെ സന്തോഷത്തിൽ ഒരു ജൂത കുടുംബം എനിക്ക് സമ്മാനമായി തന്ന ആടിന്റെ പാലാണിത് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് വളരെ സങ്കടമാണ്. ഇനി എന്ത് ചെയ്യും? ഹറാമായ സമ്പത്താണ്, ഹറാമായ സമ്പത്തിൽ കിട്ടിയ പാലാണ് തന്റെ അകത്തേക്ക് പോയിട്ടുള്ളത്. സിദ്ദീഖ് തങ്ങൾ എന്താ ചെയ്തത്? മഹാനായ സിദ്ദീഖ് തങ്ങൾ തന്റെ വിരലുകളെ അണ്ണാക്കിലേക്ക് ഇടാൻ, എന്നിട്ട് മഹാനായ സിദ്ദീഖ് തങ്ങൾ ഛർദ്ദിക്കാൻ തുടങ്ങുകയാണ്. ഛർദ്ദിച്ച് അദ്ദേഹത്തിന്റെ ജീവൻ ഇപ്പൊ പോകുമോ എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. ഭാരതന്മാരായ സ്വഹാബത്ത് പറയാം, ഛർദ്ദിച്ച് വീണ്ടും വിരലകത്തേക്കിട്ട് ഛർദ്ദിച്ച് അദ്ദേഹത്തിന്റെ ജീവൻ ഇപ്പൊ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞങ്ങൾ പേടിച്ചു പോയി. എന്നിട്ട് മഹാനായ സിദ്ദീഖ് തങ്ങൾ ആകാശത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ, അല്ലാഹുമ്മ ഇന്നി അഅ്തദിറു ഇലൈക, അല്ലാഹുവേ ഞാൻ നിന്നോട് പൊറുക്കൽ തേടുകയാണ്. മിമ്മാ ഹമല ഫിൽ ഉറൂഖ്, ഞാൻ ഈ കുടിച്ച പാലിന്റെ അംശങ്ങളെങ്ങാനും എന്റെ ഞരമ്പുകളിലേക്ക് ആവാഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്റെ വയറ്റിലുള്ളത് പരമാവധി ഞാൻ ഛർദ്ദിച്ചിട്ടുണ്ട്, അതിന്റെ അംശങ്ങളെങ്ങാനും എന്റെ ഞരമ്പുകളിലേക്ക് ആവാഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരണേ. എന്റെ ആമാശയത്തിന്റെ ഭിത്തികളിലെങ്ങാനും ആ ഹറാമായ പാലിന്റെ പാനീയത്തിന്റെ അംശങ്ങൾ ശേഷിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരണേ എന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്നുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ യഖ്ബലുല്ലാഹു സലാത്തൻ ഫീ ജൗഫിഹി ഹറാം, അല്ലാഹു സുബ്ഹാനഹു വ തആല വയറ്റിൽ അല്പമെങ്കിലും ഹറാം അംശമുള്ള ഒരുത്തന്റെയും നമസ്കാരം റബ്ബ് സ്വീകരിക്കുകയില്ല എന്നാണ്. വെറുതെ കുട്ടി പറയുകയാണ്. ഹറാമായ സമ്പത്തിന്റെ എന്തെങ്കിലും അംശം അത് നമ്മുടെ അകത്തുണ്ടെങ്കിൽ ആ നമസ്കാരം റബ്ബിന് വേണ്ട എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അല്ലാഹു അമ്മാ സലഫ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്നുപോയ പാപങ്ങളൊക്കെ റബ്ബ് പുറത്തു നൽകട്ടെ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ റബ്ബ് പുറത്തു തരട്ടെ. അല്പാൽപമായിട്ട് നമ്മൾ നിസ്കരിക്കുന്ന നമസ്കാരങ്ങൾ, വാലും കലയില്ലാത്ത നമസ്കാരങ്ങൾ എന്ന് പറയാം, പൂർണ്ണമായ ഇഖ്ലാസ് ഇല്ലാത്ത നമസ്കാരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ആന്തരികമായി ചെയ്യുന്ന ഈ നമസ്കാരങ്ങൾ കൂടി റബ്ബിന്റെ അടുത്ത് കബൂലിയത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് നമ്മുടെ അവസ്ഥ? പിന്നെ എന്താണ് നമ്മുടെ അവസ്ഥ? അതുകൊണ്ട് തെറ്റുകളെ നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണണം. ചെറിയ തെറ്റുകളെ പോലും നമ്മൾ ഗൗരവമായിട്ട് കാണണം. മഹാന്മാരായ സ്വഹാബത്ത്
താബഈങ്ങളോട് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ആണ് പറയുന്നത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം മഹാരഥന്മാരായ സഹാബത്തിൽ ഓരോരുത്തരെ കിട്ടുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ ഭാഗ്യം കിട്ടാത്ത, അതിനുശേഷം പിറക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന സ്വഹാബാക്കളുടെ പിൻപുറമക്കാരായ താബഈങ്ങൾ മഹാരഥന്മാരായ സ്വഹാബികളോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാ റസൂലിന്റെ ജീവിതം, എങ്ങനെയാ നബിയുടെ കൂടെ നിങ്ങൾ ജീവിച്ചിരുന്നത്, അവിടുത്തെ സ്വഭാവം, അവിടുത്തെ രീതികൾ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഞങ്ങളൊക്കെ തെറ്റുകൾ കാണുമ്പോൾ ഇന്നൽ മുഅ്മിനീന യറാ ദുനൂബഹു കഅന്നഹു ഖാഇദുൻ തഹ്ത ജിബലിൻ. അന്നത്തെ കാലത്ത് നബിതങ്ങളുടെയൊക്കെ കാലത്ത് ഞങ്ങൾ ചെറിയ തെറ്റുകൾ ചെയ്യുക എന്നത് പോലും ഞങ്ങൾ കണ്ടിരുന്നത് വലിയ ഒരു കൂറ്റൻ പർവ്വതത്തിന്റെ താഴെ ഇരിക്കുന്നതായിട്ടാണ്. എന്നിട്ടോ ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വലിയ പാറ ഉരുണ്ടിട്ട് ഞങ്ങളുടെ തലയിലേക്ക് വന്നു വീഴുവോ എന്നൊരു പേടിയിൽ ആ താഴത്തുള്ള ഇരുത്തുണ്ടല്ലോ, അതുപോലെയാണ് ഓരോ തെറ്റ് ചെയ്യുന്നതിനെയും ഞങ്ങൾ കണ്ടിരുന്നതെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാം. ഇതാണ് മുഅ്മിനീങ്ങളുടെ ലക്ഷണം, ഇതാണ് മുഅ്മിനീങ്ങളുടെ ലക്ഷണം. എന്നാൽ ഫാജിരീകളായ ആളുകളോ തമ്മാടികളായ ആളുകളോ അവർ തെറ്റ് ചെയ്യുന്നതിനെ കാണുന്നത് ഒരു ഈച്ചയെ പോലെയാണ്. മൂക്കിന്റെ മുമ്പിലൂടെ പാൽ പോകും, അവരെന്താ ചെയ്യുക, ഇങ്ങനെ കാണിക്കും. അത്രയും നിസ്സാരമായിട്ടാണ് തമ്മാടികളായ ദോഷികളായ ആളുകൾ തിന്മയെ കാണുക എന്നുള്ളതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായവരെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബീങ്ങളെ പോലെ തിന്മകളെ വളരെ ഗൗരവത്തോടെ കാണാൻ നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മൾ നന്നാവണം, നമ്മുടെ മക്കൾക്ക് ആ ഒരു നന്മ നമ്മൾ പകർന്നു നൽകണം. ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്, ദീനിനെ നിലനിർത്തേണ്ടവരാണ്, നമ്മുടെ പള്ളികളെ മദ്രസകളെ ഭരിക്കേണ്ടവരാണ്. നമ്മൾ നന്നായിട്ട് നമ്മളൊരു റോൾ മോഡലായിട്ട് അവർക്ക് കാണിച്ചാലേ നമ്മളെ കണ്ടിട്ട് അവർ പഠിക്കണം, ജീവിക്കണം. നമ്മൾ നേരെയാവാതെ നമ്മൾ തോന്നിയ പോലെ ജീവിച്ചിട്ട് നമ്മൾ സ്വാലിഹീങ്ങളായ മക്കളെ റബ്ബേ ഞങ്ങൾക്ക് കൊണ്ട എന്ന് ദുആ ചെയ്തിട്ട് കാര്യമില്ല. മോശക്കാരായ മാതാപിതാക്കൾ പരിപാലിച്ചു വളർത്തുന്ന മുലയൂട്ടുന്ന മക്കള് സ്വാലിഹീങ്ങളായി തീരണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലും അത് നടക്കില്ല എന്നാണ്. നമ്മൾ നന്നായാൽ മാത്രമേ നമ്മുടെ മക്കളെ നന്നാക്കി കിട്ടുള്ളൂ. വീട്ടിൽ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. പ്രായമുള്ള ആൾക്കാരിന് നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങൾ, നമ്മുടെ ഉമ്മമാര്, നമ്മുടെ ഭാര്യമാരൊക്കെ ഇശാ മഗ്‌രിബിന് ശേഷം മാലയോതിയിരുന്ന, മൗലിദോതിയിരുന്ന, മജ്‌ലിസിനോട് ചൊല്ലിയിരുന്ന ബദർ മാലയും നഫീസത്ത് മാലയും ഓതിയിരുന്നത് നമ്മളൊക്കെ കണ്ടവരാണ്. ഇന്ന് അത്തരം കാഴ്ചകളുണ്ടോ? ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷം അത്തരം കാഴ്ചകൾ പാടെ അന്യം നിന്ന് പോയിട്ടുണ്ട്. എന്തേ ഇതുകൊണ്ട് ഉണ്ടായത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഹയാഇനെ, ലജ്ജയെ എടുത്തു മാറ്റി എന്നുള്ളതാണ്. ടിവിയിൽ മോശമായ ഒരു പാട്ട് സീൻ വരുമ്പോ അതിൽ മോശമായിട്ട്, ഹറാമായിട്ട്, കാര്യമായിട്ടൊന്നുമില്ല. ഇന്നത്തെ കാലത്തെ പോലെയല്ല. ഒരു പാട്ട് സീൻ വരുമ്പോ പോലും അത് മാറ്റാൻ നമ്മൾ ധൃതിപ്പെട്ടിരുന്നു. നമ്മുടെ മക്കൾ നമ്മുടെ മുമ്പിൽ ഇരുന്നിട്ട് ടി വി കാണുമ്പോ ഇന്ന് വളരെ നഗ്നമായി പച്ചയ്ക്ക് ഹറാമ് കാണുന്ന തരത്തിലുള്ള കാഴ്ചകൾ കാണിക്കപ്പെട്ടാലും കൂളായിട്ട് നമ്മുടെ മക്കൾ നമ്മുടെ മുമ്പിൽ ഇരുന്നിട്ട് അത് കാണുന്നുണ്ട്. ഒരു മടിയുമില്ലാതെ അത് കാണുന്നുണ്ട്. ഹൃദയങ്ങളിൽ നിന്ന് ലജ്ജയെ എടുത്തു മാറ്റിയതിന്റെ ലക്ഷണമാണ്. മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും മുഅ്മിനീനുള്ള ബാധ്യതയാണ്. എന്ത്? അല്ലിമു അബ്നാഅക്കും ഹബ്ബ റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം എന്നുള്ളത്. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ആണ് സഹാബത്തിനോട് ചോദിച്ചത്, സഹാബത്തെ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആരോടാ ചോദിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ രാപ്പകലുകൾ ജീവിച്ച ആളുകളോട് നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഖാലൂ നഅം, ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. മഹാനായ ഉവൈസുൽ ഖർനി തങ്ങൾ പറഞ്ഞില്ല, വലാകിൻ സഹബതുഹു, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടില്ല, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ സഹവസിച്ചു, അത്രയേ ഉള്ളൂ. ആരും എതിര് പറഞ്ഞില്ല. കാരണം പറയാൻ ധൈര്യമില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത മഹാനായ വ്യക്തിയാണ് ഉവൈസുൽ ഖർനി തങ്ങൾ. അതുകൊണ്ട് അതിനെ എതിർക്കാൻ അവർക്ക് ധൈര്യമില്ലായിരുന്നു എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എല്ലാവരും ചെറുപ്പം മുതൽ കേൾക്കുന്ന ഒരു ഹദീസാണല്ലോ, ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവുകയില്ല കേട്ടോ. ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാവണം. ആരെക്കാൾ? അവന്റെ മാതാപിതാക്കളെക്കാൾ, അവന്റെ മക്കളെക്കാൾ, അവനക്ക് ആരൊക്കെയുണ്ടോ അവരെക്കാളൊക്കെ ഞാൻ അവന് പ്രിയപ്പെട്ടവനാകുന്നത് വരെ നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമ്മൾ നിസ്കരിക്കുന്നുണ്ടാവും, നോമ്പ് നോക്കുന്നുണ്ടാവും.
നിസ്കരിക്കുന്നുണ്ടാവും, കഴിവിന്റെ പരമാവധി സദഖ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ഇതൊന്നും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമല്ല. നിസ്കരിക്കുന്നതും നോമ്പ് നോക്കുന്നതും സദഖ കൊടുക്കുന്നതും സ്നേഹത്തിൽ കൂടാൻ പറ്റില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ തങ്ങളാണ് ഷഫീഉൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വരുന്നത്. ആരാ ഉമർ? മാ ഖാലഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഖ്വാലിഹി വ അഫ്ആലിഹി ബഅദ മാ ദഖല ഇസ്ലാം. ഇസ്ലാമിൽ പ്രവേശിച്ച ശേഷം അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു വാക്ക് എതിര് പ്രവർത്തിച്ചിട്ടില്ല. വാക്കിലോ പ്രവൃത്തിയിലോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എതിര് നിന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ വിശ്വാസം പക്കയാണ്, ഈമാൻ ഉറച്ചതാണ്. ആ ഉമർ തങ്ങൾ വന്നിട്ട് ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാ, അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. അല്ലാഹുവിന്റെ റസൂലേ, ഈ ലോകത്ത് എന്നെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ നിങ്ങളാണ് കേട്ടോ. എന്നെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം അത് നിങ്ങളാണ് കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമറേ, ലൻ യുഅ്മിന അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി ഹത്താ മിൻ നഫ്സിഹി. സ്വന്തം ശരീരത്തെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല കേട്ടോ. തൗഹീദിനെതിരാണോ? അല്ല. അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരല്ല. അദ്ദേഹം 5 വക്ത് നമസ്കാരം ഒഴിവാക്കുന്നവരല്ല. അദ്ദേഹത്തിന്റെ തൗഹീദിനോ വിശ്വാസത്തിനോ ഒന്നും ഒരു കുറവുമില്ല. എന്നിട്ടും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം അതില്ല എന്നുണ്ടെങ്കിൽ, നബിതങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വിശ്വാസം പൂർണ്ണമല്ല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തോടുള്ള സ്നേഹം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. എന്താർത്ഥം? മുഅ്മിനീങ്ങൾക്ക് സ്വന്തം ശരീരത്തെക്കാൾ കടപ്പാടുള്ളത് ആരോടാ? അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. സ്വന്തം ശരീരത്തെക്കാൾ കടപ്പാട് ആരോട് വേണം? അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വേണം. ഇതുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ വർഷം ഞാൻ ഉംറക്ക് പോയപ്പോ അവിടെ ഡൽഹിയിലുള്ള ഒരു ഷെയ്ഖ്, ഒരു ഉസ്താദിനെ കണ്ടുമുട്ടി. ചിസ്തിയ ത്വരീഖത്തിന്റെ ഒരാളാണ്. അപ്പൊ അദ്ദേഹവുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം മലയാളികളെ, അതും ഉറുദു ഭാഷയ്ക്ക് അവിടെയൊക്കെ പോയിട്ട് പ്രബോധനം നടത്തുന്ന ഒരുപാട് ചെറുപ്പക്കാരായ പണ്ഡിതന്മാരെ കുറിച്ച് ഒരുപാട് പറയും. കേരളക്കാരായ മുസ്ലിയാക്കന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ അവിടെ വെച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ അദ്ദേഹം ഒരു ദിക്ർ, ചിശ്തിയ തരീഖത്തിൽ സാധാരണ സ്വാഭാവികമായിട്ട് എല്ലാവരും കൊണ്ടു നടക്കാതെ ഒരു ദിക്ർ പറഞ്ഞു ചെല്ലാൻ വേണ്ടിയിട്ട്. അല്ലാഹു റബ്ബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നഹ്നു ഇബാദു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ദിക്ർ. ഇത് ചൊല്ലിക്കോളാൻ പറഞ്ഞു. നമുക്ക് എന്തോ അസ്വാഭാവികത തോന്നിയത്. അല്ലാഹു റബ്ബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മുഹമ്മദ് നബിയുടെ റബ്ബായ അല്ലാഹു, അല്ലാഹുവേ നബിതങ്ങളുടെ മേലിൽ നീ സ്വലാത്തും സലാമും വർഷിക്കണേ. അതിൽ കുഴപ്പമില്ല. രണ്ടാമത്തെ വരി പറഞ്ഞു തന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് മടി. നഹ്നു ഇബാദു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നഹ്നു, ഞങ്ങൾ, ഇബാദു മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ അടിമകളാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവേ നീ നബിതങ്ങളുടെ മേലിൽ സ്വലാത്തും സലാമും വർഷിക്കണേ. എന്തോ ഉൾക്കൊള്ളാൻ ഒരു മനസ്സ്. അള്ളാന്റെ അടിമകളല്ലേ, എന്തിനാ മുഹമ്മദ് നബിയുടെ അടിമകൾ എന്ന് നമ്മൾ പറയുന്നത്? ആ ഉസ്താദ് അങ്ങനെ പറഞ്ഞു തന്നിട്ട് പോലും അത്ഭുതകരമായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹറമിന്റെ ഉള്ളിലേക്ക് ചെന്ന് അവിടെ പല ഭാഷകളിലുള്ള തഫ്സീറുകൾ ഓരോരുത്തർ സ്പോൺസർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. നമ്മൾ കയ്യിലെടുത്തിട്ട് ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് എടുത്ത ഒരു പുസ്തകം ഇതുപോലെ ഒരു തഫ്സീറുള്ളതാണ്, വ്യാഖ്യാനമുള്ളതാണ്. അതിൽ നമ്മൾ ഓതി തുടങ്ങുന്ന ആയത്തിലാണ് ഏതാണ്? അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്നുള്ളതാണ്. മഹാനായ സഹീൽ ബിൻ അബ്ദുല്ലാഹി തസത്തുരി തങ്ങളുടെ വ്യാഖ്യാനമാണ്. മഹാനവരുടെ ഈ ആയത്തിന്റെ അടിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, മല്ലം യറാ നഫ്സഹു ഫീ മിൽക്കി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അധികാരത്തിലാണ് തന്റെ ശരീരമെന്ന് വിശ്വസിക്കാത്തവൻ, ലം യദുഖ ഹലാവത സുന്നതിഹി, നബി തങ്ങളുടെ ചര്യയുടെ മാധുര്യം, സുന്നത്തിന്റെ മാധുര്യം ഒരിക്കലും അനുഭവിക്കാൻ പോകുന്നില്ല. അത്ഭുതകരമായ ഒരു അനുഭവമായിരുന്നു. ആ ഒരൊറ്റ ആയത്തിലൂടെ, അതിന്റെ തഫ്സീറിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രമാത്രം നമ്മൾ പരിഗണിക്കണമെന്നും മഹാനായ ഷെയ്ഖ് പറഞ്ഞു തന്ന ദിക്റിൽ തെറ്റില്ല എന്ന് നമ്മുടെ ഈമാനെ ഉറപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല അതിലേക്ക് എത്തിച്ചമായി തോന്നി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടിട്ടുള്ള ഒരു ജീവിതം നമ്മളിൽ ഇല്ല എന്നുള്ളതാണ്. നബി തങ്ങളെ സാധാരണ ഒരു മനുഷ്യനായിട്ട് കാണാനേ പാടില്ല. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. പരിശുദ്ധമായ ഖുർആനിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വന്തത്തിന് നൽകിയ 2 പേരുകൾ, ബഷീർ എന്നുള്ളത് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നദീർ പറഞ്ഞിട്ടുണ്ട്, റഊഫ് പറഞ്ഞിട്ടുണ്ട്, റഹീം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല സ്വന്തത്തെ വിളിച്ച പേരുകൾ കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചു.
ഇത്രയൊന്നും വേണ്ട. 5 വക്ത് നമസ്കരിക്കുമ്പോൾ അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു ഇത് ഒഴിവാക്കിയാൽ നമ്മുടെ നമസ്കാരം സഹീഹല്ല. നബി തങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ഇബാദത്തും റബ്ബിന് വേണ്ട എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത് അബ്ദുകൽ മിസ്കീനു യർജു ഫളകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ദന്നി യാ ബശീറു യാ നദീറു. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ സാധുക്കളായ അടിയാറുകൾ അങ്ങയിൽ നിന്ന് ഫളലിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ വിദായികൾ 300 വർഷമായി, കഴിഞ്ഞ 300 വർഷമായി നമ്മളുമായിട്ട് ആശയപരമായ യുദ്ധത്തിലുള്ള ഒരു ബൈത്താണ്. ഇർതകബ്തു അലൽ ഖത്വാ ഗൈറ ഹസ്രിൻ വഅദാദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഇർതകബ്തു അലൽ ഖത്വാ, പാപമാകുന്ന വാഹനത്തിൽ ഞാൻ കേറി നബിയെ. ഗൈറ ഹസ്രിൻ വഅദാദ്, കണക്കില്ലാത്ത തെറ്റുകുറ്റങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ലക അഷ്കൂ ഫീഹി, ഈ വിഷയത്തിൽ അങ്ങയോട് ഞാൻ പരാതി ബോധിപ്പിക്കുകയാണ് നബിയെ. വിദായികൾ ചോദിക്കുന്ന ചോദ്യം, എന്തിനാണ് നബി നമ്മളോട് പരാതി ബോധിപ്പിക്കുന്നത്? അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ നാൾ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ സംശയക്കേട് ഇല്ലാണ്ടാവുന്നതാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് നരകത്തെ കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തിന്റെ അവസ്ഥകൾ, അവിടെയുള്ള ആളുകളുടെ അവസ്ഥകൾ, ശിക്ഷാമുറകളൊക്കെ ഇങ്ങനെ കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അല്ലാഹുവിന്റെ റസൂലെ, അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഇന്ന ശിക്ഷയുണ്ടെന്ന് ജിബ്രീൽ തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതത്തോടെ, അതിലേറെ സങ്കടത്തോടെ ജിബ്രീലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാ ജിബ്രീൽ, ജിബ്രീലെ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളും നരകത്തിലുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. എന്റെ ഉമ്മത്തിലെ ആളുകളും നരകത്തിലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ എത്ര മാത്രമാണ് പ്രതീക്ഷിച്ചതെന്ന് ആലോചിച്ച് നോക്കി. അത്ഭുതത്തോടെ നബി തങ്ങൾ ചോദിച്ചത്, എന്റെ ഉമ്മത്തിലെ ആളുകളും നരകത്തിലുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മെ എത്രമാത്രം പ്രതീക്ഷയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത് ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ പ്രതീക്ഷകൾക്കൊത്ത് ജീവിക്കാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, ഇബാദത്ത് ചെയ്യാൻ, ഖുർആൻ ഓതാൻ ഞങ്ങളെ കൊണ്ടായില്ല നബിയെ. നിങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറം തിന്മകളിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളോട് പൊറുക്കേണമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടല്ലാതെ മറ്റാരോടാണ് നമ്മൾ പരാതി പറയേണ്ടത്? അവിടുത്തെ ശഫാഅത്തില്ലാതെ ഒരാൾക്കും നാളെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ലല്ലോ. മഹരിയായ ആയിഷ ബീവി പറയുന്ന ഒരു സംഭവമുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നരകത്തെ കുറിച്ച് പറഞ്ഞ് അവിടെ തന്റെ ഉമ്മത്തിലെ ആളുകളുണ്ടെന്ന് ഹബീബിനോട് പറഞ്ഞ ശേഷം മാ റഅയ്തുഹു മുതബസ്സിമൻ, അല്ലാഹുവിന്റെ റസൂൽ മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് പിന്നെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഏതുപോലെ മിഅ്റാജിന്റെ രാവിലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയപ്പോ മലക്കുകളൊന്നും എന്തേ ചിരിക്കാത്തതെന്ന് മഹാനായ ജിബ്രീൽ തങ്ങളോട് ചോദിക്കുന്നുണ്ട്. എന്തേ ഈ മലക്കുകളൊന്നും ചിരിക്കാത്തത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ മറുപടി, അല്ലാഹുവിന്റെ റസൂലെ, നരകം സൃഷ്ടിച്ച ശേഷം പിന്നെ ഇവരാരും ചിരിച്ചിട്ടില്ല എന്നുള്ളതാണ്. എത്ര ലാഘവത്തോടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ തെറ്റുകളൊന്നും നമ്മൾ വിഷയാക്കാതെ ദിനം പ്രതി എത്രയോ യഥേഷ്ടം തെറ്റുകൾ ചെയ്ത് സൽക്കർമ്മങ്ങൾ ഒരുപാട് ചെയ്യാൻ അവസരം ഉണ്ടായിട്ടും നമ്മൾ അതിലൊന്നും വഴങ്ങാതെ, കീഴ്പ്പെടാതെ നമ്മൾ നമ്മുടേതായ ഇഷ്ടങ്ങൾക്ക് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് രക്ഷപ്പെടാനുള്ള ചെറുതായ ഏറ്റവും നല്ലൊരു മാർഗം എന്നുള്ളത് അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. സ്നേഹം കൊണ്ട് രക്ഷപ്പെടാത്തവരായിട്ട് ആരുമില്ല. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച് ഭക്ഷണമില്ലാതെ സലാത്ത് ചൊല്ലി ജീവിച്ച മഹാനാണ്. ശരീരമാകെ ശോഷിച്ചു, ആരോഗ്യമൊക്കെ ക്ഷയിച്ചു. മഹാനായ സൗബാൻ തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഫമാ ബാലുക യാ സൗബാൻ, സൗബാൻ തങ്ങളെ നിങ്ങൾക്ക് എന്ത് പറ്റി? സൗബാൻ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ദുനിയാവിൽ ഇന്നി അതമത്തഉ വ തലദ്ദു ബിന്നദരി ഇലൈക യാ റസൂലല്ലാഹ്, എനിക്ക് തോന്നുമ്പോഴൊക്കെ നിങ്ങളെ വന്ന് കാണാനും ആ മുഖത്തിന്റെ ഭംഗി ആസ്വദിച്ചിരിക്കാനും എനിക്ക് കഴിയുന്നുണ്ടല്ലോ. പക്ഷെ നാളെ അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് സ്വർഗ്ഗത്തിലായിരിക്കും. നിർഭാഗ്യവാനായ സൗബാനെങ്ങാനും സ്വർഗ്ഗത്തിൽ എത്തിപ്പെട്ടാൽ തന്നെ 100ഓളം തട്ടുകളുള്ള സ്വർഗത്തിന്റെ ഉന്നതമായ തട്ടുകളിലാണ് നബിയെ അങ്ങുള്ളത്. പാവപ്പെട്ട സൗബാനെ അങ്ങേ വന്ന് കാണാൻ കഴിയുമോ? അത് ആലോചിച്ചിട്ടുള്ള പ്രശ്നമാണ്. പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയില്ലേ സൗബാൻ തങ്ങളുടെ വിഷയത്തിൽ? സൗബാൻ തങ്ങളുടെ വിഷയത്തിൽ ഇറങ്ങിയതാണ്. وأطيعوا الله والرسول فأولئك مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, അല്ലാഹുവിനെ അനുസരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ നബിയെ അനുസരിക്കുന്നുവെങ്കിൽ, നബിയെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ആരെയാണോ സ്നേഹിച്ചത് അവരുടെ കൂടെയായിരിക്കും നാളെ സ്വർഗ്ഗത്തിൽ നിന്ന് പരിശുദ്ധമായ ഖുർആൻ സൗബാൻ തങ്ങൾക്ക് വേണ്ടി ആശ്വാസമായി കൊണ്ട് ഇറക്കിയ പരിശുദ്ധമായ ആയത്താണ്. മഹാനായ വഹ്ശി ഇബ്നു ഹർബ്, വഹ്ശി തങ്ങൾ
ഉഹദ് യുദ്ധത്തിൽ ഹബീബായ റസൂലിന്റെ പ്രിയപ്പെട്ട പിതൃവ്യൻ ഹംസ തങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തിയ വഹ്ശി മക്കം ഫതഹിനാണ് മുസ്ലിമായി വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹ്ശിയോട് ചോദിക്കുന്നുണ്ട്, വഹ്ശി, എന്റെ പ്രിയപ്പെട്ട ഹംസയെ കൊന്ന ആ ഒരു രംഗമെന്ന് എനിക്ക് പറഞ്ഞു തരുമോ? വിതുമ്പിക്കൊണ്ട് കരച്ചിലടക്കാനാവാതെ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് മനസ്താപത്തോടെ വഹ്ശി ആ ഒരു രംഗം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. വഹ്ശിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്താ? അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ വഹ്ശി, പക്ഷേ വഹ്ശി, മുഹമ്മദിന്റെ മരണം വരെ പ്രിയപ്പെട്ട വഹ്ശി എന്റെ കൺമുന്നിൽ നിങ്ങൾ വന്നു പോകരുത് എന്നാണ്. ദേഷ്യം കൊണ്ടല്ല, വഹ്ശി, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഹംസയാണ് ഓർമ്മ വരുന്നത്. ഒന്നാലോചിച്ച് നോക്കി. വഹ്ശി തങ്ങളുടെ ജീവിതാന്ത്യം വരെ സഹാബത്തിനോട് താബീനോടൊക്കെ കരഞ്ഞ് ജീവിച്ച വ്യക്തിയാണ്. പിന്നീട് ഓരോരുത്തരോടും പറയും, അബുക്കൈതു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കരയിപ്പിച്ച നിർഭാഗ്യവാനാണ് ഞാൻ. പക്ഷേ മസ്ജിദി, മദീനത്തെ പള്ളിയുടെ തൂണുകൾക്ക് പിറകിൽ ഞാൻ ഒളിച്ചിരിക്കാറുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമൊന്ന് കണ്ടുകിട്ടാൻ തങ്ങളുടെ മുന്നിൽ ചെന്നാൽ തങ്ങൾക്ക് സങ്കടമാവും. പക്ഷേ ഞാൻ തൂണുകൾക്ക് പിറകിൽ ഒളിച്ചിരുന്നുകൊണ്ട് ഞാൻ ഇത് കാണാറുണ്ടെന്ന് മഹാനായ വഹ്ശി തങ്ങൾ. ഇതൊക്കെ ഒരു സ്നേഹം, അടങ്ങാത്ത സ്നേഹം. കണ്ണിന് മുമ്പിൽ ഉണ്ടായിട്ടും വിരഹം ഏറ്റുവാങ്ങിയവനാ വഹ്ശി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സങ്കടമാവരുതെന്ന് കരുതിയിട്ട് ഇങ്ങനെ എത്രയെത്ര അനുഭവം കാണാൻ കഴിയും. റോമാ സാമ്രാജ്യം മുസ്ലിങ്ങളുടെ അധീനതയിൽ വന്നപ്പോ നെഫ്രാസിയോസ് പാതിരിമാരുടെ കൈകളിൽ നിന്ന് ഉമർ തങ്ങൾ ജെറുസലേമിന്റെ താക്കോൽ കൂട്ടമാണ്. ബൈത്തുൽ മുഖദ്ദസ് ശുദ്ധീകരിക്കുകയാണ്. ബൈത്തുൽ മുഖദ്ദസ് ശുദ്ധീകരിച്ച ശേഷം ബിലാൽ തങ്ങളോട് ബാങ്ക് കൊടുക്കാൻ പറയുകയാണ്. ബിലാൽ തങ്ങൾ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞു. പക്ഷേ ഉമർ തങ്ങൾ വിട്ടില്ല. കഅബയിൽ, മസ്ജിദുൽ നബവിയിൽ ഒക്കെ ബാങ്ക് വിളിച്ചത് നിങ്ങളാണ്. താരീഖ് ഒപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മൂന്നാമത്തെ ഹറമായ ബൈത്തുൽ മുഖദ്ദസിലും ആദ്യമായി ബാങ്ക് വിളിക്കേണ്ടത് നിങ്ങളാണ്. മഹാനായ ബിലാൽ തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിന്റെ മുകളിൽ കയറിക്കൊണ്ട് തക്ബീർ വിളിക്കുകയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വഫീഹിം മുആദ് ബിൻ ജബൽ. കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? മുആദ് ബിൻ ജബൽ തങ്ങളുണ്ടായിരുന്നു. ആരാ മുആദ്? ഇബ്നു അസാകിർ, ഉരുക്ക് മനുഷ്യരെന്ന് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തിയാണ്. ബാങ്കങ്ങൾ കൊടുത്തു തുടങ്ങിയപ്പോ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കേട്ടപ്പോ ഫബകാ ഫസാറ കൽ ഖൗസി, പൊട്ടി പൊട്ടി കരഞ്ഞ് നിലത്തിരുന്ന് അദ്ദേഹം ഖൗസ് പോലെ, വില്ല് പോലെ വളഞ്ഞു എന്നാണ്. ബിലാൽ തങ്ങളുടെ ചരിത്രം അങ്ങനെ തന്നെയല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി അറിഞ്ഞപ്പോൾ മദീന വിട്ടു പോയ ബിലാൽ വർഷങ്ങൾക്ക് ശേഷം ഉമർ തങ്ങളുടെ കാലഘട്ടത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട്, അജഫാനി, എന്റെ ബിലാൽ എന്നോട് പ്രണയിക്കാണോ എന്ന് ചോദിച്ചത്. വീട്ടുകാരോട് പോലും യാത്ര പറയാതെ കിതച്ച് തല്ലി ഓടി വരുന്നുണ്ട് ബിലാൽ തങ്ങള്. ഇവിടെ നിന്ന്? ഷാമിൽ നിന്ന്. പരിശുദ്ധമായ മദീനയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയിൽ കൊണ്ട് പൊട്ടിക്കറിയാൻ ബിലാൽ തങ്ങൾ വന്നതറിഞ്ഞു. കഴമക്കാരായ സഹാബാക്കൾ ഒരുമിച്ച് കൂടി. മഹാനായ ഹസൻ ഹുസൈൻ തങ്ങൾ ഹബീബായ റസൂലിന്റെ പേരക്കിടാങ്ങളുണ്ട്. ബാങ്കിന്റെ സമയമായപ്പോ ബിലാൽ തങ്ങളെ നിങ്ങൾ ബാങ്ക് വിളിക്കണം എന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ തന്നെ വിളിക്കണം. എല്ലാവരുടെയും നിർബന്ധപ്രകാരം മസ്ജിദുൽ നബവിയിൽ ഒരിക്കൽ കൂടി ബിലാലിന്റെ ബാങ്ക് വിളി വാങ്ങിയാണ്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ ആ ബാങ്ക് പൂർത്തിയാക്കാൻ കഴിയാതെ പൊട്ടി പൊട്ടി കരഞ്ഞ് വീണുപോയ ബിലാൽ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസല്ലേ? അനസ് തങ്ങളാണ് പറയുന്നത്. അനസ് ബിൻ മാലിക് തങ്ങളാണ് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ ശേഷം മദീന ഇതുപോലെ കരഞ്ഞ മറ്റൊരു ദിവസം ഉണ്ടായിട്ടില്ല എന്നാണ്. നബി തങ്ങളുടെ കാലത്ത്, നബി തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ കേട്ട ശബ്ദം അല്ലാഹുവിന്റെ റസൂലിനെ ഓർമ്മ വരികയാണ്. നബി തങ്ങളുടെ നടത്തം ജമാഅത്തൊക്കെ ഓർമ്മ വരികയാണ്. ആഭാരവൃത്തം ജനങ്ങൾ മസ്ജിദിന്റെ പേരുടെ അങ്കണത്തിലേക്ക് ഓടി വരിക. എല്ലാവരും ആർത്തട്ടഹസിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഓർമ്മയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെയാ സ്നേഹം, ഇതാ സ്നേഹം. ഉഹദ് യുദ്ധത്തിൽ നബി തങ്ങളുടെ മുൻപല്ല് പൊട്ടിയതറിഞ്ഞപ്പോ കല്ലെടുത്ത് പല്ല് കുത്തി പൊട്ടിച്ച സഹാബത്തുണ്ട്. അല്ലാഹുവിന്റെ റസൂലില്ലാത്ത പല്ലിന് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ നബി തങ്ങളില്ലാത്ത മണ്ണെനിക്ക് ഇനി കാണണ്ട എന്ന് പറഞ്ഞ് കണ്ണു പൊട്ടിച്ചവരുണ്ട്. സ്നേഹിച്ച പിന്നെ അങ്ങനെയാണ്. അവിടെ ലോജിക്കില്ല. ഇത് ചെയ്യുന്നത് ശരിയാണോ ശരിയല്ലേ എന്നുള്ളതില്ല. സ്നേഹത്തിന് മുമ്പിൽ ഏതുമില്ല എന്ന അനുസരിക്കാൻ നമ്മളെ പഠിപ്പിക്കും സ്നേഹം. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക, അവിടുത്തെ അതുപോലെ പിന്തുടരാൻ ശ്രമിക്കുക. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പോയിട്ടുണ്ട്. കാലങ്ങൾക്ക് ശേഷം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ തന്റെ അനുചരന്മാരോട് കൂടെ, തന്റെ കൂട്ടുകാരോട് കൂടെ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ഒരു സ്ഥലത്തിയപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൈ ഇങ്ങനെ പൊക്കിയിട്ട് തല ഇങ്ങനെ കുനിച്ച് തന്നെ നടന്നുപോയി. ഒന്നുമില്ല. കൂടെയുള്ള കൂട്ടുകാർ ചോദിച്ചു, എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പോയിട്ടുണ്ട്. കാലങ്ങൾക്ക് ശേഷം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൈ ഇങ്ങനെ പൊക്കിയിട്ട് തല ഇങ്ങനെ കുനിച്ച് തന്നെ നടന്നുപോയി. ഒന്നുമില്ല. കൂടെയുള്ള കൂട്ടുകാർ ചോദിച്ചു, എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന്.
മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഇതേ വഴിയിലൂടെ നബി തങ്ങളുടെ കൂടെ ഞാൻ ഒരിക്കൽ നടന്നു പോയിട്ടുണ്ട്. അന്ന് നബി തങ്ങൾ ഒട്ടകപ്പുറത്താണ്. ഇവിടെ ഒരു മരം നിൽക്കുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തല കുനിച്ച് ആ തല അവിടെ തട്ടാതിരിക്കാൻ അങ്ങനെയാണ് നടന്നു പോയത്. അവിടെ ഒട്ടകണ്ടോ? ഇല്ല. മരണ്ടോ? ഇല്ല. പക്ഷെ എന്താ, നബി തങ്ങൾ അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറം ഒരു ചിന്തയില്ല. സഹാബത്തിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തൊക്കെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ഇജ്ലിസൂ എന്ന് പറഞ്ഞു, എല്ലാവരോടും ഇരുന്നോളി എന്ന് പറഞ്ഞു. പുറത്തു നിന്ന് വുദൂ എടുത്തിട്ട് പള്ളിയിലേക്ക് എത്തിയിട്ടില്ല. മുറ്റത്ത് മണലിൽ ഒരു സഹാബിയോട് ഇരിക്കുകയാണ്. എന്റെ ഇജ്ലിസൂ എന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ അവിടെ എത്തിയോർത്തിരിക്കുകയാണ്. അനുസരണ എന്നുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ സ്നേഹിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കൊക്കെ സ്നേഹം എന്താ? സ്നേഹത്തിന്റെ അടയാളം എന്താ? മാ അലാമത്തുൽ ഹബ്ബി. സ്നേഹത്തിന്റെ അടയാളം എന്താ? സദാസമയം സ്നേഹിക്കുന്ന ആളെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് സ്നേഹത്തിന്റെ അടയാളം. സലാത്തില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ അവിടുത്തെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. സലാത്തില്ല. അങ്ങനെ സ്നേഹിച്ച ആൾക്കാരില്ലേ? ലൈല ബിൻതു മഹദി, ഖൈസ് ബിൻ മുലവ, ലൈല മജ്നൂൻ നമ്മൾ പറയുന്ന ആളുകൾ. ലൈല ഹുമാ ലൈല വലം അറ മിസ്ലഹ. എപ്പോഴും ലൈല 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 എന്ന് പാടി നടന്നത്. ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് അവർക്ക് അറിയാവുന്നതാണ്. നിസ്കരിച്ചുകൊണ്ടിരിക്കാൻ ഒരു കൂട്ടം ആളുകൾ ഖൈസ് ലൈല എന്ന് വിളിച്ചുകൊണ്ട് അവരുടെ മുന്നിലൂടെയാണ് നടന്നു പോയത്. നിസ്കാരം കഴിഞ്ഞപ്പോ അയാ മജ്നൂൻ, ഇവിടെ ഭ്രാന്തമാണോ, നിസ്കരിക്കുന്നതിന്റെ മുമ്പിലൂടെയാണോ നടന്നു പോകുന്നത് ചോദിക്കുന്നുണ്ട് മജ്നൂനിനോട്. മജ്നൂൻ പറഞ്ഞ മറുപടി എന്താ? ഞാൻ എന്റെ ലൈലയെ തേടിയ പോലെ നിങ്ങൾ എങ്ങാനും നിങ്ങളുടെ റബ്ബിനെ തേടിയിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിലൂടെ പോകാൻ നിങ്ങൾ കാണുമായിരുന്നില്ല എന്നാണ്. സ്നേഹം തീക്ഷ്ണമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക. ധാരാളം സലാത്ത് ചൊല്ലുക. സലാത്ത് കൊണ്ട് കിട്ടാത്ത അത്ഭുതങ്ങളില്ല. എന്റെ പരിചയത്തിൽ നമ്മുടെ നാട്ടിലാണ് തേപ്പിന് പോകുന്ന, ചുമരുമണി തേപ്പിന് പോകുന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഒരു 2-3 വർഷം മുമ്പ് ഒരു മരണത്തിന്റെ സദസ്സിൽ കണ്ടുമുട്ടിയപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ ഉംറക്ക് പോകാൻ ദുആ ചെയ്യണമോ? അത്ഭുതം തോന്നി. അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നുമില്ല. ഞാനത് ചോദിക്കാൻ നിന്നില്ല. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി, സലാത്ത് ചൊല്ലിയിട്ട് പോകാൻ പറ്റിയതാണ്. കയ്യും കണക്കില്ലാണ്ട് സലാത്ത് ചൊല്ലിയിരുന്നു. ആ ഒരൊറ്റ കാര്യമാണ് എന്നെ അവിടെ കൊണ്ടെത്തിക്കുന്നതെന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ധാരാളമായിട്ട് സലാത്ത് ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ ആൾ സ്നേഹിക്കുമ്പോൾ നമുക്ക് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ തോന്നും, അനുസരണക്കേട് കാണിക്കാൻ തോന്നുക നമുക്ക്. അതുകൊണ്ട് നിബിധങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നമ്മൾ ഈ പറഞ്ഞത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ കേട്ടതും പറഞ്ഞതും നമുക്ക് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല തീർത്ത് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി എന്താ ദുആ ചെയ്യുക? ഇനി എന്താണ് ചെയ്യുന്നത്? സ്നേഹം പറഞ്ഞ മുഅ്മിനീങ്ങളെ, നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ മഹത്തരമായ ഒരു സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് നടത്തപ്പെടുന്ന ഈ പരിപാടി, ഇന്നത്തെ നമുക്ക് ഭക്ഷണമുണ്ട്. ഭക്ഷണം ആരും സ്പോൺസർ ചെയ്തതല്ല, കമ്മിറ്റി ഏറ്റെടുത്തതാണ്. കമ്മിറ്റിക്ക് അങ്ങനെ ഒരു ബാധ്യത നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ അതിലേക്ക് സഹകരിക്കാനൊക്കെ താല്പര്യമുള്ള ആളുകൾ അതുമായിട്ട് സഹകരിക്കണമെന്ന് ഉണർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുമായിട്ടൊക്കെ സഹകരിക്കാൻ നാളെ ഇൻഷാ അല്ലാഹ് ആണുങ്ങൾ പള്ളിയിൽ വെച്ചിട്ടാണ് ദിക്ർ ഉണ്ടാവുക. പെണ്ണുങ്ങൾക്ക് ഇതുപോലെ ഇൻഷാ അല്ലാഹ് ഇവിടെ സൗകര്യം ചെയ്യും. അവർക്ക് ഇവിടെ വന്നിട്ട് ആ ദിക്റിന്റെ മജ്ലിസിൽ ഇവിടെ ഇതുപോലെ സ്ക്രീനിൽ ഇൻഷാ അല്ലാഹ് ഇതുപോലെ ലൈവ് സംപ്രേഷണം ചെയ്യും. അപ്പൊ അതിലൂടെ കണ്ട് നിങ്ങൾക്കും ആ സദസ്സിൽ പങ്കെടുക്കാൻ കഴിയുന്നതാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ മറ്റന്നാൾ ഇൻഷാ അല്ലാഹ് 11 മണിക്ക് ഭക്ഷണ വിതരണം ഉണ്ടാവും. അല്ലാഹു അതിനൊക്കെ സഹകരിച്ചവർ അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ. നാളത്തെ നമ്മുടെ മജ്ലിസിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ ചാവക്കാട് ഭാഗത്ത് വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന, വ്യക്തിപരമായിട്ട് ഞാൻ അറിയുന്ന ഒരു ഉസ്താദാണ്, ഹൈത്തമി ഉസ്താദ്, അബ്ദുൽ ലത്തീഫ് ഹൈത്തമി. നമ്മുടെ നാട്ടുകാരനാണ്. അപ്പൊ എല്ലാവരും ആ ഒരു സദസ്സിൽ പങ്കെടുക്കാൻ, നല്ല ആത്മീയമായ ഒരുപാട് സദസ്സുകൾക്ക് നേതൃത്വം നൽകുന്ന അത്തിബൽ ഉസ്താദിലേക്ക് തുര്യപ്പത്തുമായിട്ട് നടക്കുന്ന നല്ലൊരു ഉസ്താദിന്റെ സദസ്സാണ്. അപ്പൊ എല്ലാവരും ഇതിൽ പങ്കെടുക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികളായ സഹോദരന്മാർ
പ്രവാസികളായ സഹോദരന്മാർ, അവരെ അഹോരാത്രം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടി കണ്ണ് കാണാൻ നമുക്ക് കണ്ണെത്താത്ത ദൂരത്ത് അവർ പോയതാണ്. അവർ ആ ഒരു പ്രയാസങ്ങൾക്കിടയിലും നമ്മൾ ഇത്തരം സംരംഭങ്ങൾ, സഹായങ്ങൾ അവരോട് ആവശ്യപ്പെടുമ്പോൾ അവരതുമായിട്ട് സഹകരിക്കാറുണ്ട്. അള്ളാഹു താല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെയൊക്കെ ജോലികളിൽ അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രയാസങ്ങൾ അള്ളാഹു താല തീർത്തു കൊടുക്കട്ടെ. അതുപോലെ പരിശുദ്ധമായ നമ്മുടെ ഈ 3 ദിവസത്തെ നേർച്ചയുമായി ദിക്ർ മജ്ലിസുമായി സഹകരിച്ചവർ അള്ളാഹു താല അവരുടെയൊക്കെ കുടുംബങ്ങളിൽ, സമ്പത്തിൽ, വീടിൽ, വീട്ടുകാരിൽ അള്ളാഹു താല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മുടെ മഹല്ലത്തിൽ ഒരുപാട് പരിചയക്കാരിൽ മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അള്ളാഹു തആല ആജിലായ കാമിലായ ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ പ്രിയപ്പെട്ടവർ മൺമറഞ്ഞു പോയവർ, വാപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, മാതാപിതാക്കളും അല്ലാതെ ഭാര്യ സന്താനങ്ങളൊക്കെ മരണപ്പെട്ടു പോയവരുണ്ട്, സഹോദര സഹോദരിമാർ മരണപ്പെട്ടു പോയവരുണ്ട്. അള്ളാഹു തആല അവരുടെയൊക്കെ ഖബർ ജീവിതം റാഹത്തിലും സമാധാനത്തിലുമാക്കി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ബുദ്ധിമുട്ടില്ലാത്തവർക്കൊക്കെ ഇത്തിരി നേരം എഴുന്നേറ്റ് നിൽക്കുക. ഒരു 10 മിനിറ്റിൽ കൂടുതല. പ്രയാസമില്ലാത്തവർ എഴുന്നേറ്റ് നിന്നാൽ മതി. നിങ്ങൾക്ക് ഇരുന്നോളി. പ്രായം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ശാരീരികമായ പ്രയാസങ്ങളുള്ളവർ ഒക്കെ ഇരിക്കാം. കുട്ടികളെ എടുത്ത് നിൽക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ ഒക്കെ ഇരിക്കാം. ഇൻഷാ അല്ലാഹ്. എന്താ അതാണ് കൊടുത്തോട്ടെ അല്ലേ? അതാ നല്ലത്. ചീരിഞ്ഞ് കൊടുക്കണ്ട, കഴിഞ്ഞിട്ടാ ദ്വാ തുടങ്ങുള്ളൂ. അതുവരെ കാല് നിന്നിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ നാം എഴുന്നേറ്റ് നോളി. പ്രായമുള്ളവർക്കൊക്കെ ഇരിക്കാം. عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا نبي الله الصلاة والسلام عليك يا خليل الله الصلاة والسلام عليك يا رسول رب العالمين
رضي الله عن أهل البدر رضي الله رضي الله عن شهداء رضي الله رضي الله عن أهل البدر رضي الله رضي الله رضي الله رضي الله عن عمر الفاروق رضي الله رضي الله عن أهل البدر رضي الله رضي الله عن شهداء رضي الله رضي الله عن ذي النورين رضي الله رضي الله عن أبي شبلين رضي الله رضي الله عن أهل البدر رضي الله عن شهداء رضي الله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حينتي يدركني يا حبيب الله يا رسول الله وبحق يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابض يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا ماجد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا محسن يا مبدئ يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا احد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا اول يا اخر يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والاكرام يا مقسط يا جامع يا غني يا مغني يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور الذي لم يلد ولم يولد ولم يكن له كفوا احد ارحم الرحمن يا راج سيدا يا الله ملك الجبار ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങൾ ഓരോരുത്തരുടെയും ഉദ്ദേശ കാര്യങ്ങളിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ശിഫയും സലാമത്തും നൽകണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഖൈറായ രീതിയിൽ നിറവേറ്റി തരണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ എല്ലാവരും പലതരങ്ങളിലുള്ള ദോഷങ്ങൾ ചെയ്തവരാണ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒറ്റക്കും കൂട്ടായും തെറ്റാണെന്നറിഞ്ഞിട്ടും പല തെറ്റുകൾ പലതവണ ആവർത്തിച്ചവരാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ അഫ്വ് ചെയ്യണം അല്ലാഹ്, പുറത്തു നൽകണം അല്ലാഹ്. ഇതൊരു തൗബയായി സ്വീകരിക്കണം അല്ലാഹ്. ഒരിക്കലും നിന്നെ ധിക്കരിച്ചുകൊണ്ട് നിന്റെ നരകത്തെ പേടിയില്ലാതെ ചെയ്തതല്ല. ശപിക്കപ്പെട്ട പിശാചിന്റെ കുതന്ത്രങ്ങളിൽ പെട്ടുകൊണ്ട് ദുർബലമായ സമയങ്ങളിൽ പലതും സംഭവിച്ചു പോയതാണ് അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു നൽകണം അല്ലാഹ്. ഇനിയുള്ള കാലമെങ്കിലും നീ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ്, അതിനുള്ള തോന്നൽ നൽകണം അല്ലാഹ്. അതിനുള്ള സാഹചര്യങ്ങൾ നൽകണം അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധമായ ഞങ്ങളുടെ സദസ്സിനെ നീ കബൂലാക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് കൊണ്ട്, പരിശുദ്ധമായ നിന്റെ അസ്മാഉൽ ഹുസ്നയുടെ ഹഖ് കൊണ്ട്, പരിശുദ്ധമായ മജ്ലിസിൻ നൂറിന്റെ ഹഖ് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളുടെ സദസ്സിനെ നീ സ്വീകരിക്കുക അല്ലാഹ്. അംബിയാക്കളുടെ ഔലിയാക്കളുടെ ശുഹദാക്കളുടെ ഹഖ് കൊണ്ട്, ഞങ്ങൾ ചൊല്ലിയ സലാത്തിന്റെ സലാമിന്റെ ഹഖ് കൊണ്ട്, മജ്ലിസിൻ നൂറിന്റെ ഹഖ് കൊണ്ട് ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങൾക്കുള്ള അമലുകളിൽ വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെ വിട്ടുപുറത്ത് മാപ്പാക്കണം അല്ലാഹ്. ശരീരത്തിന്റെ ആരോഗ്യം നീ നിലനിർത്തി നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും ഞങ്ങളുടെ ഭാര്യമാരിലും മാതാപിതാക്കളില് സഹോദരിമാരിലും മക്കളില് അല്ലാഹുവേ, ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന പലരിലും പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ലാഹ്. ചെറുതും വലുതുമായ മാരകമായ രോഗങ്ങൾ കൊണ്ടുവരെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ്. ആജിലായ കാമിലായ ശിഫാ നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഇത്തരം സദസ്സുകളിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നത് ഇത്തരം നൂറ് പ്രയാസങ്ങൾക്ക് പരിഹാരമാകുമെന്ന ഉറപ്പിലാണ്. അസ്ഹാബുൽ ബദരീകളിലുള്ള വിശ്വാസത്തിലാണ്. ഹബീബായ റസൂലിലുള്ള നിന്നിലുള്ള പ്രതീക്ഷയിലാണ്. ഞങ്ങളുടെ കരങ്ങളെ നീ തട്ടിമാറ്റല്ല അല്ലാഹ്.
ശിഫാ നൽകണം അല്ലാഹ്, ആഫിയത്തിന് നൽകണം അല്ലാഹ്, മരണം വരെ തഖ്വയോടെയുള്ള ആഫിയത്ത് നൽകണം അല്ലാഹ്, സന്തോഷമുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മേൽ കടപ്പാടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഞങ്ങളെ വിഷമിപ്പിച്ചവര്, അല്ലാഹുവേ ഞങ്ങളെ സഹായിച്ചവര്, ഞങ്ങൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിച്ചവര്, അല്ലാഹുവേ ഞങ്ങൾക്ക് ഏവർക്കും നീ പുറത്തു നൽകണം അല്ലാഹ്. അല്ലാഹുവേ, അവരുടെയും ഞങ്ങളുടെയും ഇഹലോക പരലോക ജീവിതത്തില് ഖൈർ നൽകണം അല്ലാഹ്, ബറക്കത്ത് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും പരിശുദ്ധമായ ഈ സദസ്സിൽ നിന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടി എല്ലാവരുടെയും അല്ലാഹുവേ പരിശുദ്ധമായ അല്ലാഹുവേ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ഞങ്ങൾ ആഗ്രഹിച്ച നിലയ്ക്ക് ഖൈറായ രീതിയിൽ നിറവേറ്റി തരണം അല്ലാഹ്. ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കടങ്ങളും ഒക്കെ മാറ്റി തന്ന് ആഫിയത്തിന് നൽകണം അല്ലാഹ്, ഐശ്വര്യത്തെ നൽകണം അല്ലാഹ്, സമാധാനത്തെ നൽകണം അല്ലാഹ്, സമ്പത്തിനെ ബറക്കത്തോടു കൂടി തഖ്വയോടു കൂടി നിലനിർത്തി നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഒരുമിച്ച് കൂടി ഈ സദസ്സ് നിന്റെ റഹ്മത്ത് കൊണ്ടും ഇജാബത്ത് കൊണ്ടും മഗ്ഫിറത്ത് കൊണ്ടും ഹസനാത്ത് കൊണ്ടും പരിശുദ്ധരായ മലക്കുകളുടെ സാന്നിധ്യം കൊണ്ടും നിറക്കപ്പെട്ട അല്ലാഹുവേ നിന്റെ അടുത്ത് ഖബൂലിയത്തുള്ള സദസ്സാക്കണം അല്ലാഹ്. അല്ലാഹുവേ, ആഖിറത്തിൽ ഞങ്ങൾക്ക് രക്ഷ കിട്ടുന്ന, ദുനിയാവിൽ നിന്റെ എല്ലാവിധ കാവലും ബറക്കത്തും റഹ്മത്തും ആഫിയത്തും ലഭിക്കുന്ന ശിഫയും സലാമത്തിനും സബബായ സദസ്സാക്കണം അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള സബബാക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ഖുർആനിനെയും അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ പരിശുദ്ധമായ മജ്ലിസുൻ നൂറിൻ അസ്മാഉൽ ഹുസ്ന സലാത്തിന സലാമിന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഞങ്ങൾ ഇതാ ഹദിയ ചെയ്യുന്നു റഹ്മാനേ. മറ്റ് അമ്പിയാക്കൾ, ഔലിയാക്കൾ, സലഫുസ് സാലിഹീങ്ങൾ, ശുഹദാക്കൾ, അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവര് എല്ലാവരിലേക്കും ഞങ്ങൾ ഇതിനെ ഹദിയ ചെയ്യുന്നു റഹ്മാനെ. അല്ലാഹുവേ, സ്വീകരിക്കണം അല്ലാഹ്. ഹബീബായ നബി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കി തരണം അല്ലാഹ്. സദാസമയം നിന്നെ കുറിച്ച് ഓർക്കുന്ന, നിനക്ക് ഇബാദത്ത് ചെയ്യാൻ തോന്നിപ്പിക്കുന്ന ഹൃദയങ്ങളാക്കി തരണം അല്ലാഹ്. എല്ലാവരെയും സ്നേഹിക്കാനും ഉൾക്കൊള്ളാനുമുള്ള വിശാലമായ മനസ്സ് നൽകണം അല്ലാഹ്. ഹറാമായ വന്നു പോയതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹുവേ നീ വിട്ടുപുറത്ത് മാപ്പാക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്കുള്ള സാമ്പത്തികമായ പ്രയാസങ്ങളെ നീ തീർത്ത് നൽകണം അല്ലാഹ്. കടങ്ങളെ നീ വീട്ടി തരണം അല്ലാഹ്. ഇസ്സത്തോടെ ജീവിക്കാനുള്ള വരുമാന മാർഗം ഞങ്ങൾക്ക് എന്തെന്നും നിലനിർത്തി നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളൊക്കെ ഞങ്ങളുടെ നിത്യവൃത്തിക്കായി തെരഞ്ഞെടുത്ത ജോലികൾ, കൃഷികൾ, കച്ചവടങ്ങൾ, കന്നുകാലികൾ, അല്ലാഹുവേ വാഹനങ്ങൾ, എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണം അല്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടി വിദേശങ്ങളിലും സ്വദേശങ്ങളിലുമായി ജോലിയെടുക്കുന്നവര്, ഭർത്താക്കന്മാര്, മക്കള്, അല്ലാഹുവേ അവരുടെയൊക്കെ ജോലികളിൽ നീ ഖൈർ നൽകണം അല്ലാഹ്, ബറക്കത്ത് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, നീയല്ലാത്ത ഒരു മഖ്ലൂഖിന്റെ മുന്നിലും ഖിയാമത്ത് നാൾ വരെ, ഞങ്ങളുടെ ജീവിതാവസാനം വരെ ഞങ്ങൾക്കോ ഞങ്ങളുടെ തലമുറകൾക്കോ ഒരാവശ്യത്തിന് വേണ്ടിയും കൈനീട്ടി ജീവിക്കേണ്ട ഗതികേട് വരുത്തല്ല അല്ലാഹ്. ഇസ്സത്തിലാക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും ജീവിതമാർഗത്തിലും വാഹനങ്ങളിലും സമ്പത്തിലും വീടിലും വീട്ടുകാരിലും ബറക്കത്ത് നൽകണം അല്ലാഹ്. സദാ നിന്റെ കാവൽ നൽകണം അല്ലാഹ്. ചെറുതും വലുതുമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സലാമത്ത് നൽകണം അല്ലാഹ്. സിഹറിൽ നിന്ന്, ഐനിൽ നിന്ന്, ഹസദിൽ നിന്ന്, ശൈത്വാനിയായ റൂഹാനിയായ ശുറൂറുകളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങൾക്ക് സലാമത്ത് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, എല്ലാവിധ ആഫത്ത് ബലാലുകളെ തൊട്ടും കാക്കണം അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകിയ പൊന്നുമക്കൾ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ്. രണ്ടു ലോകത്തും ഉപകരിക്കുന്നവരാക്കണം അല്ലാഹ്. ഞങ്ങളെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന മക്കളാക്കണം അല്ലാഹ്. വഴികേടിലാവുന്നതിന് തൊട്ടവരെയും ഞങ്ങളെയും കാക്കണം അല്ലാഹ്. അല്ലാഹുവേ, അവർക്ക് മെച്ചപ്പെട്ട ഭാവിയും മെച്ചപ്പെട്ട ജോലിയും നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരിമാര്, പെൺമക്കള് കെട്ടിച്ചയച്ച വീടുകളിൽ സമാധാനമുള്ള ജീവിതം നൽകുക അല്ലാഹ്. ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളിൽ സ്നേഹം നിലനിർത്തണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ സ്നേഹിക്കുന്നവരെ നീ സഹായിക്കണം അല്ലാഹ്. ഞങ്ങളെ സഹായിച്ചവര്, പരിശുദ്ധമായി സദസ്സിനെ സഹായിച്ചവര്, അല്ലാഹുവേ ഞങ്ങളുടെയും അവരുടെയും പ്രയാസങ്ങളെ നീ ഏറ്റെടുക്കണം അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണം അല്ലാഹ്. അതിനുവേണ്ടി ഞങ്ങളെ നീ തിരഞ്ഞെടുക്കണം അല്ലാഹ്. അവസാനം നിന്നിലേക്ക് മടക്കപ്പെടുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് സ്വർഗ്ഗം കണ്ടു മരിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. പരിശുദ്ധമായ റജബ് മാസവും ഷഅബാനും അനുകൂലമായി സാക്ഷി നിന്ന് പരിശുദ്ധമായ റജബിലും ഷഅബാനിലും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് റമദാനിനെ വരവേൽക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമദാൻ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽഖിയാം വതിലാവത്തിൽ ഖുർആനി ആനാഅ الليل وأطراف النهار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات
برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. ചീർണി നൽകാൻ വേണ്ടിയിട്ടാണ്. സ്ത്രീകളെ കൂടി ബാക്കിയുള്ള ആണുങ്ങൾ അവിടെ ഇരുന്നാൽ മതി.